ഹലോ എല്ലാവർക്കും മേർജ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആടിനെ കാണാൻ പോവാണ്. അവിടെ കളഞ്ഞു ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം പടം കാണാനായിട്ട് പോവുകയാണ്. തലപതിയുടെ സെക്കൻഡ് ലാസ്റ്റ് പടം എന്ന് വേണമെങ്കിൽ പറയാം. വെങ്കട് പ്രഭു സംവിധാനം ചെയ്യുന്ന പടം. ശരിക്കും പ്രതീക്ഷ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് വേണം പറയാനായിട്ട്. കാരണം ഇതുവരെ വന്ന ഒരു അപ്ഡേറ്റ്സും സാറ്റിസ്ഫിക്കേഷൻ തന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റ്സ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. പ്രത്യേകിച്ച് ട്രെയിലർ പോലും കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നു. ഒരു തലപതിയുടെ ഒരു മാഷപ്പ് ഒക്കെ കാണുന്ന ഒരു രീതി. എന്തായാലും എനിക്ക് പ്രതീക്ഷ ഉണ്ടോ? ഇല്ല. അപ്പം ഒരു പ്രതീക്ഷയും ഇല്ലാതെ നമ്മൾ ഗോട്ട് കാണാൻ പോവുകയാണ്. ഗോട്ടാണോ ഡോട്ടാണോ, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആണോ ഡിസാസ്റ്റർ ഓഫ് ഓൾ ടൈം ആണോ എന്ന് അറിയാൻ മതി. ഇനി എന്തായാലും ഒരു ആവറേജ് ലെവലിൽ നിൽക്കുന്ന ഒരു സംഭവം കാണാനായിട്ട് സാധ്യത വളരെ കുറവാണ്. ഒന്നെങ്കിൽ ഗംഭീരമായിട്ട് ഇഷ്ടപ്പെടും, ഇല്ലെങ്കിൽ ഇഷ്ടപ്പെടില്ല എന്നുള്ളൊരു അവസ്ഥ ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ. ഇപ്പം ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അല്ല പടം കാണാൻ പോകുന്നത്. കാരണം ഈ ഒരു കുരിപ്പിനെയും കൂടെ കൊണ്ടുപോകുന്നതുകൊണ്ട് 4 മണിക്കുള്ള ഷോയ്ക്ക് പോകാനായിട്ട് പറ്റിയില്ല. അല്ലാതെ എനിക്ക് ഉറക്കമണിക്കാൻ മടിയായതുകൊണ്ടൊന്നും അല്ല. ചുമ്മാ പ്രത്യേകിച്ച് ഒരു ഹൈപ്പ് ഇല്ലാത്തത് കൊണ്ട് ഉറക്കമണിയിട്ട് പോയിരുന്നു. പടം കണ്ടാൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. അതുകൊണ്ട് ഒന്ന് ഉറങ്ങി എണീറ്റ് 10:30 ഷോയ്ക്കാണ് ഇപ്പോൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. എന്താണ് വെങ്കട് പ്രഭു, ഹേ പ്രഭു എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് അറിയാനായിട്ട് എന്തായാലും നമുക്ക് പടം കണ്ടു നോക്കാം. എന്നിട്ട് ബാക്കിയുള്ള അഭിപ്രായം പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് പടം കാണാനായിട്ട് പോകാം. കൊല്ലത്തെ ഉഷ തിയേറ്ററിലാണ് ഞാൻ പടം കാണാനായിട്ട് ബുക്ക് ചെയ്തിരുന്നത്. അത്യാവശ്യം കൊള്ളാവുന്ന കൊല്ലം സിറ്റിയിലെ ഒരു തിയേറ്ററാണ് ഉഷ എന്ന് പറയുന്നത്. എന്തായാലും അത്യാവശ്യം പകുതിയോളമൊക്കെ ബുക്കിംഗ് ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് പടം കാണാനായിട്ട് അകത്തേക്ക് പോകാം. പടം തുടങ്ങാറായി ഗൈസ്. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് ആഡ് തുടങ്ങിയെന്നാണ് തോന്നുന്നത്. അപ്പം പടം കണ്ടിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു. എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ, കഥയൊക്കെ എങ്ങനെ ഉണ്ട്? കഥ കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട്, ട്വിസ്റ്റ് ഒക്കെ കൊള്ളായിരുന്നു. പക്ഷെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് അങ്ങനെ കൊണ്ട് നിർത്തണമായിരുന്നു. തലപതി ഉണ്ടായിരുന്നു. പറയണ്ടല്ലോ, അത് എപ്പോഴത്തെ പോലെ പൊളിയായിരുന്നു. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. പ്രതീക്ഷിച്ചത്ര വന്നില്ല. പ്രതീക്ഷ എന്ത് പ്രതീക്ഷ? ഏത് പ്രതീക്ഷ? ഞാനൊന്നും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് എനിക്ക് സാറ്റിസ്ഫൈങ് ആയിരുന്നു പടം. എനിക്ക് ഓക്കെ ആയിരുന്നു. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം പടം കണ്ടു. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പ്രതീക്ഷ എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. കാരണം നമ്മൾ കണ്ട ട്രെയിലറൊക്കെ നേരത്തെ പറഞ്ഞ കണക്ക് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥയായിരുന്നു. തലപതിക്കുള്ള ഒരു ട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഒരു മാഷപ്പ് പോലെയൊക്കെയാണ് ട്രെയിലർ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു പ്രതീക്ഷ ഇല്ലാതെ പോയ ഒരു പടം. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ 4 മണിക്കുള്ള ഷോ കണ്ടിറങ്ങിയ മിക്ക ഒരു നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഒരു കാട്ടപരാധം പ്രതീക്ഷിച്ചാണ് ഞാൻ തിയേറ്ററിലേക്ക് പോയത്. ആ ഒരു റിവ്യൂസ് ഒക്കെ കേട്ടത് കൊണ്ട് ഒരു പ്രതീക്ഷയുടെ ഒരു കണിക്ക പോലും ഇല്ലാതെയാണ് ഞാൻ തിയേറ്ററിലേക്ക് പോയത്. അതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, പടം തരക്കേടില്ലാത്ത ഒരു പടമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അതായത് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നൊന്നും പറയാൻ പറ്റത്തില്ല, അതേ കണക്ക് തന്നെ ഡിസാസ്റ്റർ ഓഫ് ഓൾ ടൈം എന്നും പറയാൻ പറ്റത്തില്ല. അത്യാവശ്യം കണ്ടിരിക്കാൻ കൊള്ളാവുന്ന ഒരു പടം. ഈ പടത്തിന്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഈ ഒരു പടത്തിന്റെ ഡ്യൂറേഷൻ ആണ്. 3 മണിക്കൂർ 3 മിനിറ്റ് എങ്ങാണ്ടുണ്ട്. ഒരു വലിയ ഡ്യൂറേഷൻ ആണ്. അത് കാരണം തന്നെ പല സ്ഥലത്തും ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. തമിഴ് സിനിമയിലെ ഒരുപാട് പ്രധാനപ്പെട്ട ആക്ടേഴ്സ് ഈ ഒരു പടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഉള്ള ഒരു സ്ക്രീൻ സ്പേസ് കൊടുത്ത് വന്നപ്പോഴത്തേക്കും ഈ ഒരു പടം നീണ്ടു പോയതായിരിക്കണം. എന്തൊക്കെ ആയിരുന്നു സയൻസ് ഫിക്ഷൻ, ലൂപ്പ്, ടൈം ട്രാവൽ, മാങ്ങാത്തൊലി, അവസാനം അവനായി ശവമായി എന്ന് പറയുന്നത് പോലെ ഒരു യൂഷ്വൽ ഒരു വിജയുടെ ഒരു മാസ് മസാല ഐറ്റം. അതിൽ കൂടുതൽ ഉപരിയായിട്ട് ഒന്നുമില്ല. പക്ഷെ സയൻസ് ഫിക്ഷൻ ആയിട്ട് ഒരു ഐറ്റം അവസാനം കാണിക്കുന്നുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പോയിലർ ആയി പോകും. അതുകൊണ്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. സോ ആ ഒരു സാധനം വേണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ ആ ഒരു എലമെന്റ് അവിടെ ഉണ്ട്. എന്നാലും ഈ ഒരു മെയിൻ കഥയിൽ സയൻസ് ഫിക്ഷനോ കാര്യങ്ങളോ ഒരു തരത്തിലൊരു തേങ്ങയും ഈ ഒരു കഥയ്ക്കകത്തില്ല. അതെന്തായാലും നമുക്ക് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ബോധ്യപ്പെട്ടതാണ്. തലപതിക്ക് വേണ്ട ഒരു ട്രിബ്യൂട്ട് പടം. അതേപോലെ CSK ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും വേണ്ടിയുള്ള ഒരു ട്രിബ്യൂട്ട് ഈ ഒരു പടത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആഡ്ലിക്ക് ഒഴിവില്ലാത്തത് കൊണ്ട് വെങ്കട് പ്രഭുവിന്റെ കൈ കൊണ്ട് സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ കണക്കാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു പടം ആഡ്ലി ഡയറക്ട് ചെയ്ത് അനിരുദ്ധ് ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ നല്ലൊരു കിടിലൻ സംഭവം കിട്ടിയേനെ. ഇപ്പൊ കിട്ടിയതിനെക്കാട്ടി ഒരു ബെറ്റർ ഔട്ട്പുട്ട് കിട്ടിയേനെന്ന് എനിക്ക് ഈ ഒരു പടം കണ്ടപ്പോഴത്തേക്കും തോന്നി. അതായത് ആഡ്ലിക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോറി ലൈനാണ്. അതേപോലെ അനിരുദ്ധിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത് ഈ ഒരു പടത്തിൽ കഴിഞ്ഞ കുറെ സിനിമകളായിട്ട് അനിരുദ്ധാണ് നമ്മുടെ തലപതിയുടെ സിനിമകളുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വിടവ് ഇവിടെ നന്നായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. യുവൻ ശങ്കർ രാജ പറ്റാവുന്ന പണി മൊത്തം ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. അവസാനം അങ്ങ് മിഷൻ ഇമ്പോസിബിളിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരെ ഇതിനകത്ത് അടിച്ചു മാറ്റി യൂസ് ചെയ്തിട്ടുണ്ട്. അടിച്ചു മാറ്റി നല്ല ഒരു റെഫറൻസ് എന്ന രീതിയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. തരക്കേടില്ല എന്ന് പറയാൻ പറ്റത്തുള്ളൂ. സോങ്ങുകളായാലും യൂട്യൂബിൽ കേട്ട സോങ്ങുകളൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ്, തിയേറ്ററിന്റെ ആ ഒരു ആംബിയൻസിൽ ഇരുന്ന് കേട്ടപ്പോഴത്തേക്കും തരക്കേടില്ലായിരുന്നു എന്ന് തോന്നിയതല്ലാതെ വളരെ മികച്ചത് എന്നൊന്നും തോന്നിയിട്ടില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് കുഴപ്പമില്ലായിരുന്നു സോങ്ങുകളുടെയും. പക്ഷെ ആ ഒരു സോങ്ങുകളെല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി അനാവശ്യമായിട്ട് എന്ന് മറ്റേ മരണ വീട്ടിൽ കൊണ്ട് റംബഹോ എന്ന് ഇടുന്ന പോലെ അനാവശ്യമായിട്ടുള്ള സ്ഥലത്തൊക്കെ സോങ്ങുകൾ കുത്തി കേട്ടിട്ടുണ്ട്. പിന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില കോമിയോസ് വരുന്നുണ്ട്. അതിനകത്ത് ഒരു കോമിയോയുടെ അടുത്ത് തന്റെ കിരീടം വെച്ച് തലപതി ഒഴിഞ്ഞു പോവുകയാണ്. ഇനി നീ നോക്കിക്കൊള്ളണം എന്ന് പറയുന്ന രീതിയിലൊക്കെ ഉള്ള ഒരു കോമയൊക്കെ ഈ ഒരു പടത്തിനകത്തുണ്ട്. അത് ആരാണെന്ന് പറയുന്നില്ല. പക്ഷെ തലപതിയുടെ ആ ഒരു കിരീടം വെക്കാനായിട്ടുള്ള യോഗ്യനായിട്ടുള്ള മറ്റാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തലപതിക്ക് ഓരോ എന്നും തലപതി തന്നെ ആയിരിക്കും. മറ്റേ ആ ഒരു
സംഭവം ഇനി കിട്ടണം എന്നില്ല. പ്രത്യേകിച്ച് ഒരു മാസ് മസാല പടം മാത്രം ചെയ്ത് ഇത്രയും സ്റ്റാർഡം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് ചെറിയൊരു കാര്യമൊന്നുമല്ലല്ലോ. സോ ആ ഒരു സ്ഥാനത്തേക്ക് ഇനി മറ്റൊരാൾ വരും എന്നെനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു സ്റ്റാർഡം ഉണ്ടാക്കിയെടുക്കുമെന്നും പേഴ്സണലി ഞാൻ കരുതുന്നില്ല. പക്ഷേ മറ്റൊരാളെ കൊണ്ടുവന്നിട്ട് ഇനി നീയാണ് എല്ലാം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഫോം ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പം അത് കണക്കാണ്. പിന്നെ CSK ഫാൻസിനൊക്കെ ഉള്ളൊരു ട്രിബ്യൂട്ട് ഈ ഒരു പടത്തിൽ കൊടുത്തിട്ടുണ്ട്. അതും സംഭവങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരുപാട് നല്ല മൊമെന്റ്സ് ഈ ഒരു പടത്തിനകത്തുണ്ട്. ഒരുപാട് തലപതി കിഡിലനായിരുന്നു. ആസ് യൂഷ്വൽ കിഡിലൻ പെർഫോമൻസ്. എല്ലാവരും കളിയാക്കി പറയുന്ന രീതിയിലുള്ള വർത്തനം എന്നും ഈ ഒരു പടത്തിനകത്ത് ഒട്ടും വന്നിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ക്യൂട്ട്നെസ് ഇടുന്ന തലപതി നമുക്കറിയാലോ. ഗില്ലിയിലൊക്കെ വളരെ ക്യൂട്ടായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ചില സീൻസ് അതേ ലെവലിൽ തന്നെ പിടിച്ച് ഈ ഒരു പടത്തിലും ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കളിയാക്കുന്നവർ പറയുന്ന ആ ഒരു വർത്തനം കാറ്റഗറിയിലോട്ട് എടുക്കാൻ പറ്റാത്ത രീതിയിൽ നല്ല നൈസ് ആയിട്ട് പടത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തലപതിയുടെ വീക്ക് പാർട്ടായിട്ടുള്ള ഇമോഷണൽ സീൻസ് എല്ലാം നല്ല കിഡിലനായിട്ടാണ് പടത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്നാലും ഞാൻ ഓർക്കുന്നത് ആ ഒരു പ്രേംജിയുടെ ഒരു ഇന്റർവ്യൂവിൽ ഗോട്ട് ഓർ മങ്കാത്ത എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഗോട്ട് എന്ന് പറഞ്ഞ തൊലിക്കെട്ടിയാണ് ഞാൻ ആലോചിക്കുന്നത്. മങ്കാത്തയുടെ വാലി കെട്ടാനായിട്ട് ഈ ഒരു പടം ഇല്ല. അത് വെച്ച് കമ്പയർ ഒന്നും ചെയ്യാതിരിക്കുമ്പോഴത്തേക്കും മങ്കാത്ത മാനാട് ആ ഒരു ലെവൽ ഇല്ല പടം. പക്ഷെ ഒരു ഇൻഡിവിജ്വൽ പടം എന്ന രീതിയിൽ നോക്കുമ്പോഴത്തേക്കും കണ്ടിരിക്കാവുന്ന, അല്ലെങ്കിൽ ഒരു തലപതി ഫാൻ ആണെങ്കിൽ, വിജയ് പടങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി ആസ്വദിക്കാവുന്ന എല്ലാ പടങ്ങളും ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. ഏറ്റവും കൂടുതൽ എന്നെ ബോറടിപ്പിച്ചത് ഈ ഒരു സിനിമയുടെ ഡ്യൂറേഷൻ ആണ്. കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞ ഒരു 2.5 മണിക്കൂറൊക്കെ ആക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ട് ഒരു ഫീലിംഗ് ഉണ്ടായേനെ. അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊള്ളാമായിരുന്നെങ്കിൽ കൂടി നമ്മുടെ ഈ ജയിലറൊക്കെ അനിരുദ്ധ് അപ്ലിഫ്റ്റ് ചെയ്ത കണക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇതിനകത്ത് കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറച്ചും കൂടിയൊക്കെ പോസിറ്റീവ് അഭിപ്രായം ഈ ഒരു സിനിമയ്ക്ക് വന്നേനെന്ന് എനിക്ക് തോന്നി. അനിരുദ്ധ് അത് പുള്ളി വേറെ ലെവലാണ് കേട്ടോ. ഒരു ആവറേജ് സ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പോലും അതിനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് പുള്ളിക്കാരന് കഴിയും. ആ ഒരു കഴിവ് യുവൻ ശങ്കർ രാജയ്ക്ക് ഇല്ലാതെ പോയി. പക്ഷെ എന്നിരുന്നാലും തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു പടം ആറ്റ്ലിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു പടം ആറ്റ്ലി ഡയറക്ട് ചെയ്തിരുന്നെങ്കിൽ, അനിരുദ്ധ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറച്ചും കൂടി ഗംഭീര അഭിപ്രായം വന്നേനെ. പറഞ്ഞിട്ട് കാര്യമില്ല, കഴിയുന്ന പോയി. എന്തായാലും കൊള്ളാം, കുഴപ്പമില്ലാതെ കണ്ടിരിക്കാവുന്ന ഒരു പടം. അതാണ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ കാര്യം ഞാൻ പിൻവലിച്ചേട്ടാ. ഒന്നെങ്കിൽ ഏറ്റവും മോശം, അല്ലെങ്കിൽ ഏറ്റവും അടിപൊളി പടം എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. അത് ഞാൻ പിൻവലിച്ചിരിക്കുന്നു. ഒരു മിഡ് റേഞ്ച്, ഒരു ആവറേജ് ടു എബവ് ആവറേജ് പടം എന്നാണ് എനിക്ക് തോന്നിയത്. കൊള്ളാം. ഞാൻ കുറെ എലമെന്റ്സ് ഒക്കെ ഈ ഒരു പടത്തിന്റെ കുറെ എലമെന്റ്സ് ഒക്കെ ഞാൻ ആസ്വദിച്ചു. അതേപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഡി-ഏജിങ് ചെയ്ത് തലപതി. അത് പറയാതെ ഞാനിപ്പോൾ പോകാൻ ഡി-ഏജിങ് ചെയ്ത വിജയ് ഈ ഒരു നമ്മൾ ആദ്യമേ കുറെ ട്രോൾസും കാര്യങ്ങളൊക്കെ വന്നല്ലോ, അത്തരത്തിലൊന്നും അല്ല കേട്ടോ. നല്ല നീറ്റായിട്ട് ചിലപ്പോൾ ആ ഒരു ട്രോൾസ് ഒക്കെ കൊണ്ട് കുറച്ചും കൂടി ബെറ്റർ ആക്കിയതായിരിക്കണം. നല്ല രീതിയിൽ ഒരു ബെറ്റർ ഔട്ട്പുട്ട് തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ കുറച്ച് യങ് ആയിട്ടുള്ളൊരു വിജയെ കാണിക്കുന്നുണ്ട്. അത് കുറച്ച് ബോറായി പോയി. ഒരു യങ് ആക്ടർ നമ്മുടെ മാത്യു ഉണ്ട്, നേരത്തെ എല്ലാവരും കളിയൊക്കെ പറഞ്ഞത് അമൽ ദേവിസ് ആ ഒരു ക്യാരക്ടർ ചെയ്ത പയ്യനുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു യങ് ആക്ടർ, ആ ഒരു യങ് വിജയ്, ഞാൻ ഡി-ഏജിങ് ചെയ്ത മറ്റേ വിജയ് അല്ല പറയുന്നത്, കുറച്ചും കൂടി ഒരു ടീനേജിലുള്ളൊരു സംഭവം കാണിക്കുന്നുണ്ട്. അത് വേറൊരു ആൾ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയേനെ എനിക്ക് തോന്നി. കുറച്ചും കൂടി ബെറ്റർ ആയെന്നല്ല, നല്ലതായേനെ. ഓക്കെ, എന്തായാലും ആ ഡി-ഏജിങ് സംഭവം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു കല്ലുകടി അതിനകത്ത് തോന്നില്ല. ഒരു പയ്യൻ, ആ ഒരു ഏജിലുള്ള ഒരു പയ്യൻ വന്ന് അഭിനയിക്കുന്ന പോലെ തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കൊള്ളാം, തലപതി മൊത്തത്തിൽ തകർത്തിട്ടുണ്ട്. അപ്പം ആസ് എ വിജയ് ഫാൻ പടം എനിക്ക് തരക്കേടില്ലായിരുന്നു എന്നൊരു ഫീലാണ് ഉണ്ടായത്. നിങ്ങൾ പടം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്തിരിക്കുക. പുതിയൊരു വീഡിയോ കണ്ടിരിക്കും.